സ്കന്ദമഹാപുരാണം സംഭവകാന്ഡം, അതിലാണ് ഈ സ്കന്ദ ആവിർഭാവം ഉൾപ്പെടെയുള്ള ഈ പുരാണത്തിൻ്റെ ശരിക്കു പറഞ്ഞാൽ മർമ്മപ്രധാനമായ ഒരു കഥാസന്ദർഭം വരുന്നത്. അത് ആരംഭിക്കുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട്, എപ്പോഴും സദ്ഗ്രന്ഥങ്ങളെല്ലാം ആരംഭിക്കുക ഒരു മംഗള ആചരണത്തോടു കൂടിയിട്ടാണ്. അതിൻ്റെ സമർപ്പണത്തിലുണ്ടാവും, തുടക്കത്തിലും ഒടുക്കത്തിലും ഒരു മംഗളാചരണം എന്നാണ്. ഗ്രന്ഥങ്ങളിലൊക്കെ സ്തോത്രങ്ങൾ ഏതു തന്നെ ആരംഭിക്കുമ്പോഴും നോക്കിയാൽ കാണാം അതിൻ്റെ ആദ്യത്തിൽ ഒരു ഗണപതി സ്തുതി. ഇവിടെയും അതേപോലെ തന്നെയാണ്. മംഗളം ദിശതുമേ വിനായകോ മംഗളം ദിശതുമേ ഷടാനന മംഗളം ദിശതുമേ മഹേശ്വരി മംഗളം ദിശതുമേ മഹേശ്വര. ഓംകാരനിലയം ദേവം ഗജവക്ത്രം ചതുർഭുജം പിഷണ്ഡിലമഹം വന്ദേ സർവവിഘ്നോപശാന്തയേ. ഗണപതിയുടെ പ്രധാനമായിട്ടുള്ള നാമങ്ങൾ ദ്വാദശനാമങ്ങളുണ്ട്, ഷോഡശനാമങ്ങളുണ്ട്. ഗണേശപുരാണത്തിലൊക്കെ അതിനെക്കുറിച്ച് വിസ്തരിക്കും. ഇവിടെ അത്തരത്തിലുള്ള ഒരു 16 നാമങ്ങളെ സ്തുതിച്ചുകൊണ്ടാണ് ഈ സംഭവകാന്ഡം ആരംഭിച്ചത്. സുമുഖശ്ച ഏകദന്തശ്ച കപിലോ ഗജകർണക ലംബോദരശ്ച വികട വിഘ്നരാജോ വിനായക ധൂമകേതു ഗണാധ്യക്ഷ ബാലചന്ദ്രോ അഗജാനന വക്രതുണ്ട ശൂർപ്പകർണ ഹേരംബ സ്കന്ദപൂർവജ. അങ്ങനെ 16 നാമങ്ങളെ സ്മരിച്ചുകൊണ്ട് ആരംഭിച്ചു. ഈ 16 നാമങ്ങൾ എപ്പോഴൊക്കെയാണ് സ്മരണ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ആദ്യം തന്നെ ആ നാമത്തിൻ്റെ ആ ഒരു മഹത്വം. ഇപ്പോൾ ആ വിഘ്നേശ്വരൻ എനിക്ക് ശുഭത്തെ പ്രദാനം ചെയ്യട്ടെ, ആ കാർത്തികേയൻ സ്കന്ധൻ എനിക്ക് മംഗളത്തെ പ്രദാനം ചെയ്യട്ടെ, ലോകത്തിൻ്റെ തന്നെ മാതാപിതാക്കളായിട്ടുള്ള ജഗത് പിതാക്കളായ ജഗതപിതരവും വന്ദേ പാർവതീ പരമേശ്വരവും, ആ പാർവതീ പരമേശ്വരന്മാർ എനിക്ക് മംഗളം പ്രദാനം ചെയ്യട്ടെ. ചതുർബാഹുവും ഗജാനനനും ലംബോദരനുമൊക്കെയായ ആ ദേവനെ സർവവിഘ്നങ്ങളുടെയും ശാന്തിക്കായിട്ട് ഞാൻ നമസ്കരിക്കുന്നു. ഈ 16 നാമങ്ങൾ ഗണപതിയുടെ മുൻപ് പറഞ്ഞ 16 നാമങ്ങളെയും സ്മരണ ചെയ്താൽ പഠേദ്യ ശൃണുയാദിയാപി വിദ്യാരംഭേ വിവാഹേച പ്രവേശേ നിർഗമേ തഥാ സംഗ്രാമേ സങ്കടയ ചൈവ വിഘ്നസ്തസ്യ ന ജായതേ. വിദ്യാരംഭ സമയത്ത് ഒരു വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ നടക്കുമ്പോൾ ഒക്കെ നമ്മൾ പതിവുള്ളതാണ് വിവാഹത്തിന് ഒരു വിളക്ക് കൊളുത്തി ഗണപതിക്ക് ഒരു നിവേദ്യം അല്ലെങ്കിൽ ഗണപതിക്ക് വെക്കുക എന്നുള്ളത് ചെയ്തിട്ടാണ് വിവാഹത്തിന്റെ ബാക്കി ചടങ്ങുകളിലേക്ക് പ്രവേശിക്കുക. അവിടെയും ഈ 16 നാമങ്ങളെ സ്മരണ ചെയ്യാം. പിന്നെ എന്താണ് പ്രവേശേ, ഗൃഹപ്രവേശം. പുതിയ നവീന ഗൃഹനിർമ്മാണം ചെയ്ത് പുതിയ ഗൃഹം നിർമ്മിച്ച് അതിലേക്ക് പ്രവേശിക്കുമ്പോഴും ഗണപതിയെ സ്മരിക്കുമ്പോൾ ഈ 16 നാമങ്ങളെ സ്മരിച്ചുകൊണ്ട് പ്രവേശിക്കുക. പുറത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്നാണ്. നമ്മൾ ഗൃഹത്തിൽ നിന്നും ഒരു കാര്യം നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിനൊക്കെ ആയിട്ട് ഗൗരവമുള്ള ഒരു വിഷയം അതിന്ന് എന്തായാലും എനിക്ക് സാധിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഗൃഹത്തിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെടുമ്പോഴും ഈ 16 നാമങ്ങളെ സ്മരിക്കുന്നത് വളരെ വിശേഷമാണ്. സംഗ്രാമേ സങ്കടേ ചെയ്വ. യുദ്ധം അല്ലെങ്കിൽ യുദ്ധസമാനമായ ജീവിതത്തിൽ തന്നെ അങ്ങനെ യുദ്ധസമാനമായ ചില സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ നമുക്ക് പരാജയം നേരിടാതിരിക്കാൻ, ഏതെങ്കിലും തരത്തിലുള്ള സങ്കടം ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാൻ ഈ 16 നാമങ്ങൾ സ്മരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. ഇത് ഗണേശപുരാണത്തിൽ പറയുന്നതാണ്. ഇതാ ഇവിടെ ഈ സ്കന്ദപുരാണത്തിലും അതിന്റെ മഹാത്മ്യം പറഞ്ഞു ആ പ്രാർത്ഥനയുടെ. അതിനുശേഷം സുബ്രഹ്മണ്യന്റെ കാർത്തികേയന്റെ 16 നാമങ്ങളെ ഇവിടെ പറയുകയാണ്. പ്രഥമോ ജ്ഞാനശക്തിയാത്മാ ദ്വിതീയോ സ്കന്ദ ഏവച അഗ്നിഭൂഷ തൃതീയസ്യാൽ ബാഹുലേയശ്ചതുർത്ഥത ഗാംഗേയ പഞ്ചമോ വിദ്യാത് ഷഷ്ട ശരവണോദ്ഭവ സപ്തമ കാർത്തികേയ സ്യാദ് കുമാരസ്യ തഥാഷ്ടക.
നവമ ഷൺമുഖശൈവ ദശമ കുക്കുടധ്വജ ഏകാദശ ശക്തിധര ഗുഹോ ദ്വാദശ ഏവച ത്രയോദശോ ബ്രഹ്മചാരി ഷണ്മാതുരശ്ചതുർദശ ക്രൗഞ്ചഭിത് പഞ്ചദശ ഷോഡശ ശിഖിവാഹന. ഏതൽ ഷോഡശനാമാനി ജപേൽ സമ്യക് സസാദരം. അപ്പോ ഈ 16 നാമങ്ങൾ, സ്കന്ദന്റെ സുബ്രഹ്മണ്യന്റെ ഈ 16 നാമങ്ങളും ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഗണേശന്റെ 16 നാമങ്ങൾ പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ്. കവിത്വേച മഹാശാസ്ത്രേ, അതിന്റെ മാഹാത്മ്യത്തിൽ പറയുകയാണ് കവിത്വം, കവിതാരചന. കാരണം ജ്ഞാനത്തിന്റെ മൂർത്തിയാണ് സ്കന്ദൻ. തമിഴിലൊക്കെ പറയും ജ്ഞാനപ്പഴം എന്നാണ് പറയുക. ജ്ഞാനത്തെ ഒരു ഫലരൂപേണ എന്നാണ്, നമുക്ക് അതിനെ സ്വീകരിക്കാൻ പാകത്തിന് എന്നാണ്. ഇപ്പൊ ഒരു വൃക്ഷത്തിന്റെ, ഒരു ചെടിയുടെ നല്ല മാമ്പഴം നല്ല മധുരമുള്ളതാണെങ്കിലും അതിന്റെ മാവിന്റെ മറ്റിടങ്ങൾ, അതിന്റെ വേരും അതിന്റെ തായ്തടിയും അതിന്റെ ഇലയ്ക്കും ഒന്നും ആ മാധുര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതിൽ വളർന്നു വരുന്നതായ, അതിൽ പാകമായി വരുന്ന ആ ഫലത്തിനാണ്, അതാണ് നമുക്ക് സ്വാദിഷ്ടമായത്. അതേപോലെ ജ്ഞാനത്തെ ഫലരൂപത്തിൽ നമുക്ക് പ്രദാനം ചെയ്യുന്ന ജ്ഞാനത്തിന്റെ മൂർത്തി തന്നെയാണ് അവിടുന്ന്. ശിവനെയും ശക്തിയെയും കുറിച്ച് ദേവീഭാഗവതത്തിൽ പറയും ഓരോ ദേവതാ ഉപാസനയും എന്തിനു വേണ്ടിയിട്ടാണ്. അവിടെ പറയുന്നുണ്ട് ഗണേശം വിഘ്നനാശായ ആരോഗ്യായ ദിവാകരം വന്യം ശൗചായ വിഷ്ണും ച ലക്ഷ്മ്യർത്ഥം ശിവം ജ്ഞാനായ ശിവാം മുക്തി സിദ്ധയേ. 6 ദേവതകളെ ആരാധന ചെയ്യുന്നതായ, ഇപ്പൊ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള ദേവതാ ആരാധനയെ ചെയ്യുന്നവരാണ്. ഒന്ന് എന്താണ്, നമ്മളുടെ ഇഷ്ടദേവതയെ നമ്മൾ എന്നും സ്മരണ ചെയ്യണം എന്നാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് കരുതണു അല്ലെ? ഇഷ്ടദേവത അങ്ങനെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ആരാധിക്കുമ്പോൾ ഇഷ്ടദേവത അങ്ങനെ ഒരു ആരാധന ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു സങ്കല്പമുണ്ടോ നമ്മളുടെ ഇഷ്ടദേവത? പിന്നെ മറ്റൊന്നാണ് നമ്മളുടെ പരദേവത. ധർമ്മദൈവം എന്ന് പറയും, പരദേവത എന്ന് പറയും. പല രീതിയിലാണ് ആ സങ്കല്പം പറയുക. എന്നും സ്മരണ ചെയ്യണമെന്ന്. പിന്നെ മറ്റൊന്ന് നമ്മളുടെ ഗ്രാമദേവതയാണ്. നമ്മൾ ഏതൊരു ഗ്രാമത്തിൽ ഇപ്പോൾ വസിക്കുന്നോ അത് നമ്മളുടെ അവിടുത്തെ ദേവൻ, ഗ്രാമദേവൻ നിത്യം സ്മരണ ചെയ്യപ്പെടേണ്ടതാണ് ആ ദേവനെ. ഇനി മറ്റ് ദൈനംദിന നമ്മളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഉപാസനകളെ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ മേൽപ്പറഞ്ഞ ഈ ഓരോ ദേവതാ ഉപാസനയും ഓരോ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാറുള്ളത്. ഇതൊന്നും ഇപ്പൊ പുരാണങ്ങൾ ആത്യന്തികമായി ഇതൊന്നും നമ്മളെ ഇങ്ങനെ ചെയ്തുകൊള്ളണമെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ശഠിക്കുന്നില്ല. ഇതൊക്കെ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി, ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് ഭൗതികമായ ചില നേട്ടങ്ങളെ ഉണ്ടാവാൻ, ചില ലാഭങ്ങളെ ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ്. കാരണം വേദാന്തത്തിന്റെ ആ ഒരു ഏറ്റവും ഉയർന്ന തലത്തിലെത്തിയാൽ ഈ പ്രത്യേകം ദേവതാ സങ്കല്പങ്ങളൊന്നുമില്ല. സർവം ഖല്വിതം ഏവാഹം നാന്യരസ്തി സനാതനം എന്ന ദേവീ ഭാഗവത ശ്ലോകം പോലെ, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന ചതുശ്ലോകി ആ ഭാഗവതം പോലെ, ചതുശ്ലോകി പോലെ ഇവിടെ സനാതനമായ സത്യം അത് ഒന്നേ ഉള്ളൂ, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. നമ്മളുടെ പുരാണങ്ങളും ഇതിഹാസവും വേദവും ഒക്കെ സമർത്ഥിക്കുന്നത് അത് തന്നെയാണ്, ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ എന്നാണ്. എന്നാൽ വ്യത്യസ്തങ്ങളായ ദേവതകളെ നമ്മൾ ആരാധിക്കുന്നവരാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? പല രീതിയിൽ ഒരു വ്യക്തിയുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ഭൗതികതയെ നിരസിക്കുന്നവരല്ല. ഇപ്പൊ മഹർഷിമാര് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അവർ വനത്തിൽ വസിക്കുന്നവരാണ്, അവർ ഏകാന്തത്തിൽ വസിക്കുന്നവരാണ്, അവർ നല്ല വസ്ത്രം ധരിക്കില്ല, നല്ല ഭക്ഷണം കഴിക്കുന്നില്ല. പിന്നെ എന്തിനാണ് അവർ പറയണ വാക്കുകളൊക്കെ നമ്മൾ ചെവിക്കൊള്ളണത്? അങ്ങനെയാണെങ്കിൽ അവരാരും തന്നെ ഭൗതികമായ ജീവിതത്തെ തള്ളി പറയുന്നില്ല, അതൊന്നും വേണ്ട എന്ന് പറയുന്നില്ല, നമ്മളോട് അത് അനുഭവിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഭൗതികമായ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാ ചില നേട്ടങ്ങളും ചില ലാഭങ്ങളും ഒക്കെ ആവശ്യമാണ്, അത് വേണം. നല്ല വിദ്യാഭ്യാസം നേടാൻ കഴിയണം, നല്ല ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയണം, സമ്പത്ത് ഉണ്ടാവണം. കുറച്ചു പേർക്കെങ്കിലും സമ്പത്ത് ഉണ്ടെങ്കിലല്ലേ ഈ
ലോകത്തിൻ്റെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി സുഗമമായിട്ട് നടക്കൂ എന്നാണ്. ഒരു വലിയൊരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ, ഒരു ആപത്ത് വരുമ്പോൾ എല്ലാവരും ദരിദ്രരായിട്ട് നിസ്സഹായരായിട്ട് നിന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ചിലരുടെയെങ്കിലും കയ്യിൽ ആവശ്യത്തിനും അതിലധികമോ സമ്പത്ത് ഒക്കെ അവർക്ക് ഉള്ളത് കൊണ്ട് അവരത് ചെലവഴിക്കാൻ തയ്യാറാവുമ്പോഴാണ്. അപ്പോൾ ഭൂമി ഉള്ളവർ ഭൂമിയെ ദാനം ചെയ്യാൻ തയ്യാറാവുമ്പോഴാണ് അത് ഇല്ലാത്തവർക്ക് വീട് വയ്ക്കാനും ഒക്കെ സൗകര്യം കിട്ടണത്.